നിങ്ങൾ നിർത്ത്, വലിയ ക്ഷോഭിക്കുക. നിങ്ങൾ ഈ നാട്ടിൽ ആരുമല്ല സുഹൃത്തെ. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സീറ്റേ ഉള്ളൂ. അവിടെ നിൽക്ക്, അധികം തിളയ്ക്കാനും മാത്രം ഒന്നും ആയിട്ടില്ല. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് കേരളത്തിലെ 650 കിലോമീറ്റർ നീളമല്ലെന്ന് അരുൺ ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു പ്ലോട്ടാണ്. അവിടെ ആണുങ്ങൾ സംസാരിക്കും, നിങ്ങളോട് മിണ്ടാതിരിക്കും പ്ലീസ്. നിങ്ങൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള പക്വതയും പ്രായമൊക്കെ ആകട്ടെ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. നിങ്ങളവിടെ നിന്ന് വെയിറ്റ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചരിത്രം കുറിക്കാൻ കേരളത്തിൽ താമര ചിഹ്നത്തിൽ, കേരളത്തിൽ താമര വിരിയില്ല, ചാണകത്തിൽ ചവിട്ടില്ല, സുരേഷ് ഗോപി ചാണകമാണ്, തൃശൂർ എന്തായാലും കൊടുക്കില്ല തുടങ്ങിയ നിരവധി അവഹേളനങ്ങളെയും അപഹാസങ്ങളെയും ഒക്കെ അതിജീവിച്ച് കേരളത്തിൽ ഒരു താമര അടയാളത്തിൽ ഒരു ലോക്സഭയിലേക്ക് ഒരാളെ അയക്കാൻ ചരിത്രത്തിൽ ആദ്യമായി ഇടയാക്കിയ തൃശൂരിലെ എല്ലാ പ്രബുദ്ധരായ വോട്ടർമാർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. രാജ്യത്തെ എല്ലാവരുടെയും ആഘോഷം കാണുമ്പോൾ ബി.ജെ.പിക്ക് എൻ.ഡി.എക്ക് അവരുടെ ഭരണം നഷ്ടപ്പെട്ടിട്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം അധികാരത്തിൽ വന്നതുപോലെയുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. എന്തായാലും നടക്കട്ടെ, അവർക്കും ആഘോഷിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. കാരണം ജനാധിപത്യത്തിൽ അവർക്കും ചിലയിടങ്ങളിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷേ യാഥാർത്ഥ്യം എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി തന്നെ അടുത്ത 5 വർഷവും ഈ രാജ്യം ഭരിക്കും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഞാനതിവിടെ പറയാൻ കാരണം, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് 240 സീറ്റും കോൺഗ്രസിന് വെറും 99 സീറ്റുമാണുള്ളത്. ഏകദേശം 5 ഇരട്ടി സീറ്റ് ബി.ജെ.പിക്കുണ്ട്. ഈ IND മുന്നണി എല്ലാവരും കൂടി ചേർന്ന് നേടിയത് 232 സീറ്റാണ്. അവരെക്കാൾ കൂടുതൽ 8 സീറ്റ് അധികം ബി.ജെ.പി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്കുണ്ട്. എന്താ ശരിയല്ല മാവാ? എന്തായിരുന്നു ഇന്നലെ വരെ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ പുകില്? ഈ പറയുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ എന്തൊക്കെ അവഹേളനങ്ങളാ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു, തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ മോശമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ കയ്യിലെ പാവയായി മാറി. നോക്കൂ നിങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇനിയെങ്കിലും അതിനെയൊക്കെ വെറുതെ വിടുമോ? ഞങ്ങൾ തോറ്റു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇകഴ്ത്താൻ, അപഹസിക്കാൻ, അവഹേളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഫലപ്രഖ്യാപനം ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ രാജ്യത്തിന്റെ ആകെ ദൃശ്യം നോക്കിയാൽ ഏറ്റവും തമാശയായി തോന്നുന്ന ഒന്ന്, ജയിച്ചവരെക്കാൾ സന്തോഷത്തിലാണ് തോറ്റവർ എന്നുള്ളതാണ്. അവർക്കാണ് ആത്മവിശ്വാസം കൂടിയിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശ്രീ അരുൺകുമാർ, ജയം തന്നെയാണ്. നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. ഇവിടെ 400-ലധികം സീറ്റ് നേടും എന്ന് പറഞ്ഞ്, അതും ഒറ്റയ്ക്ക് തന്നെ ബി.ജെ.പി 400-ലധികം സീറ്റ് നേടുമെന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തിന്റെ ശബ്ദത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ബി.ജെ.പിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളും അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയും രാമക്ഷേത്രവും മോഡി ഗ്യാരണ്ടിയുമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കിയെങ്കിൽ, 2ാം ഘട്ടം മുതൽ പണി പാളുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ തീവ്ര വർഗീയ അജണ്ടയുമായി സമൂഹത്തെ ഭിന്നിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിച്ചു. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇവിടെ അങ്ങ് ചോദിക്കുകയുണ്ടായി, ഇവിടെ ബി.ജെ.പി പ്രതിനിധി പറഞ്ഞപ്പോൾ പലതരത്തിലും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇലക്ഷൻ കമ്മീഷനെയും എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രതിപക്ഷം ചർച്ചാ വിഷയമാക്കി മാറ്റി എന്ന രൂപത്തിലെല്ലാം ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ രാജ്യം ഇന്ത്യയായി നിലനിൽക്കാൻ, രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കാൻ, ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിച്ചില്ല എങ്കിൽ ഈ രാജ്യം ഇത്തരത്തിൽ അവശേഷിക്കില്ല എന്നതാണ്. 2014 പറഞ്ഞു, ഞാൻ സർവന്റ് ആണ്, എല്ലാവരുടെയും സേവകനാണെന്നാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പറഞ്ഞത്. 2019 എത്തിയപ്പോൾ ഞാൻ കാവൽക്കാരനാണ്, ചൌക്കിദാറാണെന്ന് പറഞ്ഞു. 2024 എത്തിയപ്പോൾ ഞാൻ ദൈവമാണ് എന്ന രൂപത്തിൽ പറയുന്ന സാഹചര്യമുണ്ടായി. ബി.ജെ.പിയുടെ വക്താവ് തന്നെ പറഞ്ഞു, ദൈവം പോലും മോഡിയുടെ ഭക്തനാണെന്ന് ബി.ജെ.പിയുടെ വക്താവ് പറയുകയാണ്. കൃഷ്ണന്റെ അവതാരമാണ് മോഡി എന്ന് ചില ബി.ജെ.പി നേതാക്കന്മാർ പറഞ്ഞു. ദൈവത്തിന്റെ അവതാരമാണ് മോഡി എന്ന് പറഞ്ഞാൽ ആ അവതാരം ചെയ്യുന്ന പ്രവർത്തികളെ ആർക്കും എതിർക്കാൻ കഴിയില്ല. ദൈവം ചെയ്യുന്ന പ്രവർത്തികളെ കോടതിക്ക് പോലും എതിർക്കാൻ കഴിയില്ല. അങ്ങനെ പടിപടിയായി ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയും ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പ്രതിപക്ഷത്തെ പണാധിപത്യത്തിൽ കീഴടക്കി കൃത്യമായി വിലക്കെടുത്ത് കള്ളക്കേസിൽ കുടുക്കി ഇഡിയെയും CBIയെയും NIAയെയും കസ്റ്റംസിനെയും ആദായ നികുതി വകുപ്പിനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ശബ്ദമില്ലാത്ത ഒരു രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ നടത്തിയ ശ്രമത്തിനെതിരെ ഇന്ത്യ മുന്നണി 28 കക്ഷികൾ ഒറ്റക്കെട്ടായി നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിന്റെ വിജയം, അത് ഉദ്ദേശിച്ച തലത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഈ 233 സീറ്റിന് വലിയ വില തന്നെയുണ്ട്. കാരണം ഒറ്റയ്ക്ക് ബി.ജെ.പിക്ക് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ ഈ ഭരണഘടന ഉണ്ടാകുമായിരുന്നില്ല,
പൗരത്വ ഭേദഗതി നിയമം അടിച്ചേൽപ്പിച്ചേനെ, യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിച്ചേനെ, വൺ നേഷൻ വൺ ഇലക്ഷൻ അടിച്ചേൽപ്പിച്ചേനെ. അങ്ങനെ BJPയുടെയും RSSന്റെയും അജണ്ടയിലുള്ള ഓരോ കാര്യങ്ങളും ഈ രാജ്യത്ത് മൃഗീയ ഭൂരിപക്ഷത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച് പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ ഇല്ലാതാക്കി എല്ലാ ശബ്ദമുയർത്തുന്നവരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതിനെ ശരിക്കും തടയാൻ ഇവിടെ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആണോ? ഭയങ്കര. എല്ലാം മോഡി ഗ്യാരണ്ടി എന്നതായിരുന്നു. NDAയുടെ ഗ്യാരണ്ടി അല്ലെങ്കിൽ NDAയുടെ വിജയം തെരഞ്ഞെടുപ്പ് നേട്ടം എന്ന രൂപത്തിലല്ല, വികസന പ്രവർത്തനങ്ങൾ എന്ന രൂപത്തിലല്ല, എല്ലാം ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടി, വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നതാണ് നാം കണ്ടത്. അതിനെതിരായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം തന്നെ പുതിയ ഗവൺമെന്റിന്റെ ചർച്ചകൾ ആരംഭിക്കുമായിരുന്നു സാധാരണ രീതിയിൽ NDA. എന്താണ് അങ്ങനെ ആരംഭിക്കാത്തത്? കാരണം NDA മുന്നണിയിലെ പലരെ പോലും വിശ്വാസത്തിലെടുക്കാൻ ശ്രീ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല. കാരണം എല്ലാം നരേന്ദ്രമോദി ഗ്യാരണ്ടിയിലായിരുന്നു, NDAയുടെ ഗ്യാരണ്ടി ആയിരുന്നില്ല. മറ്റു ഘടകകക്ഷി നേതാക്കന്മാർക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ശാശ്വതമായി 5 വർഷം ഭരിക്കാവുന്ന ഒരു കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം എന്ന രൂപത്തിൽ പറയാൻ കഴിയില്ല. ഇവിടെ ഈ പ്രതിപക്ഷത്തിന്റെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളുടെയൊക്കെ അവകാശവാദങ്ങൾ സത്യത്തിൽ എന്തിനെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്? എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. അവന്റെ ഈ അലക്കുകാരന്റെ കഴുതയുടെ കഥ പറഞ്ഞതുപോലെയാണ്. എന്തെങ്കിലും ഒരിക്കൽ അലക്കുകാരന്റെ ഭാര്യയെ കഴുതയ്ക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച് ഏകാദശി നോറ്റ് ആയുഷ്കാലം ചുവട് ചുമക്കുന്ന ഒരു കഴുതയുടെ കഥ പഞ്ചതന്ത്രത്തിലുണ്ട്. അതേ അവസ്ഥ എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ അവകാശവാദം കേട്ടപ്പോൾ തോന്നിയത്. എന്നെ സുഹൃത്തെ, താങ്കൾ എന്തിനാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്? 543 സീറ്റുള്ളിടത്ത് നിങ്ങൾക്കാകെ ഉള്ളത് 2 സീറ്റാണ്. ഇല്ല, ഞാനും പുലിയച്ചനും കൂടെ മാനെ പിടിച്ചു നിന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം. പോയിക്കോട്ടെ. നരേന്ദ്രമോദിയെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടില്ല. നരേന്ദ്രമോദി ആരോ കൃഷ്ണന്റെ എന്റെ സുഹൃത്ത് നിർത്ത്. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴൊന്നും അരുണെ എനിക്കത് ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്തൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. നിങ്ങൾ നിർത്തൂ, അവിടെ നിൽക്കൂ, അങ്ങനെ അസ്വസ്ഥരാകുക. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ വളരെ നിങ്ങൾ പറഞ്ഞ വിവരങ്ങളോ വിവരക്കേടായാലും വിവരമായാലും എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ? നിങ്ങൾ നിർത്ത്, വലിയ ക്ഷോഭിക്കുക. നിങ്ങൾ ഈ നാട്ടിൽ ആരുമല്ല സുഹൃത്തെ. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് 1 സീറ്റേ ഉള്ളൂ. അവിടെ നിൽക്ക്, അധികം തിളയ്ക്കാനും മാത്രം ഒന്നും ആയിട്ടില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് കേരളത്തിലെ 650 കിലോമീറ്റർ നീളമല്ലെന്ന് അരുൺ ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു പ്ലോട്ടാണ്. അവിടെ ആണുങ്ങൾ സംസാരിക്കും, നിങ്ങളോട് മിണ്ടാതിരിക്കും പ്ലീസ്. നിങ്ങൾ ആകട്ടെ, നിങ്ങൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള പക്വതയും പ്രായമൊക്കെ ആകട്ടെ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യൂ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അതെ, 100 വർഷം കൊണ്ട് ഒരു 10 സീറ്റ് ജയിക്കാൻ പറ്റാത്ത പാർട്ടി ചാനലിന്റെ ഫ്ലോറിൽ വന്നിരുന്നിട്ട് ഞങ്ങളെ എന്താ പഠിപ്പിക്കാൻ വരിക? ഞങ്ങൾക്ക് 240 സീറ്റുണ്ട് സുഹൃത്തെ, നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ട്? നിങ്ങൾ എന്തിന്റെ നേരിലേക്ക് കിടന്ന് തിളയ്ക്കുന്നത്? നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാ? വെറുതെ വന്നിരുന്നത് ചാനൽ ഫ്ലോറിൽ വന്നിരുന്നത് BJPയെ അങ്ങ് പഠിപ്പിച്ചു കളയരുത്. ഞങ്ങൾക്ക് 60 സീറ്റിന്റെ കുറവുണ്ടായിട്ടുണ്ട്, സത്യമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ജനങ്ങളോട് എല്ലാ എളിമയോടും കൂടി ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. ഞങ്ങൾ ജനാധിപത്യത്തിൽ ഇതിലും അതിഭീകരമായ രീതി ഞങ്ങൾ തോറ്റിട്ടുണ്ട് സുഹൃത്തെ. വെറും 2 പേരിൽ നിന്നാണ് ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തോൽവിയുടെ ആഴമൊന്നും കാണിച്ച് പേടിപ്പിക്കരുത്. ഞങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും, ഞങ്ങൾ തിരുത്തും. ഞങ്ങൾ ഇന്ത്യ മഹാരാജ അതിശക്തമായി ഇനിയും ഭരിക്കും. നിങ്ങൾ യാതൊരു ആശയം നിങ്ങൾക്കതിൽ വേണ്ട, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കൊരു പ്രതീക്ഷയും വേണ്ട. ഞാനതാ പറഞ്ഞത്, കഴുതയുടെ കഥ അതാ പറഞ്ഞത്. അലക്കുകാരന്റെ കഴുതയെ പോലെ എന്തെങ്കിലും അലക്കുകാരൻ ഭാര്യയെ കെട്ടിച്ചു തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ കോൺഗ്രസിന്റെയും BSPയുടെയും സമാജ്വാദി പാർട്ടിയുടെയും സ്റ്റാലിന്റെയും മമതയുടെയും ഒക്കെ തിണ്ണ നിരങ്ങാനേ നിങ്ങൾക്ക് യോഗമുള്ളൂ. അതുകൊണ്ട് അവിടെ നിൽക്കൂ, ഞങ്ങൾ പറയട്ടെ, വെറുതെ കിടന്ന് തിളക്കരുത്. നരേന്ദ്രമോദി എന്നുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ 10 വർഷം ഭരിച്ച ആള് തന്നെയാണ്. നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് ജീവിതം എന്നുള്ളത് കഴിഞ്ഞ 25 വർഷം നീണ്ടു നിൽക്കുന്ന ഇന്നേ വരെ തോൽവി അറിയാത്ത ഒരു ജീവിതം തന്നെയാണത്. അത് ഞങ്ങൾക്കൊരു മോദി ബ്രാൻഡ് തന്നെയാണ്. അതിനകത്ത് എന്താ, ഞങ്ങൾ ആ മോദി എന്ന് പറയുന്ന സ്റ്റേറ്റ്സ്മാന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ പാർട്ടി ജന്മം കൊടുത്ത, RSS ജന്മം കൊടുത്ത ഒരു പ്രചാരകൻ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി അഭിമാനപൂർവ്വം ഞങ്ങളുടെ പാർട്ടിയെ നയിക്കുമ്പോ ഞങ്ങൾ പിണറായി വിജയന്റെ പുറകിന് പോകണോ? RSSും രൂപീകരിക്കപ്പെട്ട് 100 വർഷം തികയാൻ പോകുകയാണ് അടുത്ത വർഷം. ആ RSSന് 100 വയസ്സ് തികയുമ്പോൾ ചില അജണ്ടകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ അജണ്ട പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങളെ വിരട്ടാൻ വരണ്ട, വിലപേശാനും വരണ്ട. പോരാട്ടം തുടരും, നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും, രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരും. ഞങ്ങൾ പ്രതിപക്ഷം ഐക്യത്തോടെ ഈ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കുകയും
ഇന്ത്യ ഭരിക്കാൻ കഴിയുന്ന പിന്തുണയോടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഐക്യത്തോടെ നടത്തുന്നതിൽ യാതൊരു സംശയമില്ല. അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. അദ്ദേഹം ഇവിടെ നിന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പോരാടി. എന്താണ് സുഹൃത്തെ നിങ്ങൾ പോരാടിയത്? സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള പോരാട്ടം പോരായിരുന്നോ ശ്രീ അരുൺകുമാറെ? എത്ര കാലായി? ഇന്നേ വരെ നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി EMS അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് അരുണെ, ഞങ്ങളുടെ 60 സീറ്റ് നഷ്ടപ്പെട്ടതാണ് അരുണിന് ആശങ്കയെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് BJP-യിൽ ചേരുമായിരിക്കും നല്ലത്. ഞങ്ങളെപ്പറ്റി ഇത്ര ആശങ്ക ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ പരിഹരിച്ചോളാം. ഞങ്ങളുടെ 60 എവിടെ പോയി എന്നുള്ളത്. പക്ഷെ അത് സ്വന്തം പാർട്ടിയുടെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? ഒരു കണ്ണാടി ഒന്ന് വെച്ചു കൊടുക്കണ്ടേ? 100 വർഷമായില്ലേ ഞങ്ങളെ കുറ്റം പറയില്ലേ നിങ്ങളിരുന്ന്? 100 വർഷം കൊണ്ട് സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറിക്ക് സ്വന്തം അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തവന്മാരാണോ ഞങ്ങളുടെ 60 എവിടെ പോയി എന്ന് തിരക്കുന്നത്? പിന്നെ നാണക്കെടുത്തി. പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ RSSന് ചില അജണ്ടകൾ ഉണ്ടായിരുന്നു, അത് നടപ്പാക്കാൻ. അതിപ്പോഴാണോ ആ അരുണിന് മനസ്സിലായത്? RSSന് അജണ്ട ഉണ്ട് സർ. ഈ നാട് നന്നാക്കലാണ് ഞങ്ങളുടെ അജണ്ട. അതിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ഞങ്ങളുടെ അജണ്ടയിൽ ചിലതേ നടപ്പാക്കാൻ പറ്റാത്തുള്ളൂ എന്ന് അരുൺ വരെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ 100 വർഷം കൊണ്ട് ഒരു അജണ്ട പോലും നടപ്പാക്കാൻ പറ്റാത്ത എന്റെ സുഹൃത്തെ ആയിക്കോട്ടെന്നേ. 100 വർഷം കൊണ്ട് ഒരു അജണ്ട പോലും നടപ്പാക്കാൻ പറ്റാത്ത താങ്കളാണോ ഏതാനും അജണ്ടകളെങ്കിലും നടപ്പാക്കിയ ഞങ്ങളെ നന്നാക്കാൻ വരുന്നത്? അതുകൊണ്ട് ജയിലിൽ ഞങ്ങളെ നന്നാക്കൽ അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങൾ തോറ്റു, ഞങ്ങളിതാ സമ്മതിക്കുന്നു. നിങ്ങളുടെ എവിടെ പോയി? എന്റെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ 400 കിട്ടുമെന്ന് പറഞ്ഞിട്ട് 292 ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. 20-ൽ 20 പിടിക്കുമെന്ന് പറഞ്ഞവർക്ക് 19 എവിടെ പോയി? പെർസെന്റേജ് ഒന്ന് നോക്കിക്കേ. എത്ര പെർസെന്റേജ് അവകാശവാദത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് നോക്കിക്കേ. ഞങ്ങൾ 400 പിടിക്കുമെന്ന് പറഞ്ഞ് 300-നടുത്ത് എത്തി. ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് എത്ര? 20-ൽ 20 പിടിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ 1-ൽ ഒതുങ്ങി. സ്ട്രൈക്ക് റേറ്റ് എത്ര? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ അതുകൊണ്ട് അവനവന്റെ കണ്ണിലെ കോലെടുക്ക്, എന്നിട്ട് ഞങ്ങളുടെ കണ്ണിലെ കരട് എടുക്കാൻ വാ. ഇവിടെ ദേവി ഞങ്ങളെ നന്നാക്കാൻ വരുന്നത് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പക്ഷെ നിങ്ങളാണ് ഞങ്ങളുടെ ജയം കണ്ടിട്ട് ഇതാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു, വോട്ടിംഗ് മെഷീൻ അയ്യോ ഓടിവായോ, വോട്ടിംഗ് മെഷീൻ അട്ടിമറിക്കുന്നേ, കോടതി രക്ഷിക്കണേ, ഞങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ, കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ, സമാജ്വാദി കൂടെ, മമതാ ബാനർജി കൂടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങും നിലവിളിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ തോറ്റിടത്ത് തോറ്റിട്ടുണ്ട്, ജയിച്ചിടത്ത് ജയിച്ചിട്ടുണ്ട്. തന്റെ ഇടത്തോടെ നട്ടല് നിവർത്തി 543 ഞങ്ങളുണ്ട് സർ. നിങ്ങളുണ്ടോ? അതുകൊണ്ട് ദേവി അത് വലിയ വലിയ വർത്തമാനം പറയരുത്. അതേ പറഞ്ഞു. നിങ്ങൾ 20 സീറ്റിലെ കാര്യം പറയുമ്പോൾ വലിയ ആളായിട്ട് സംസാരിക്കുക, അംഗീകരിക്കാം. പക്ഷെ ഞങ്ങൾ ഈ തോറ്റു എന്ന് പറയുന്നത് എവിടെയാണ് തോറ്റത്? ഞങ്ങൾക്ക് ഇപ്പോഴും കേവല ഭൂരിപക്ഷം ഞങ്ങളുടെ മുന്നണിക്കുണ്ട് എന്ന് മറക്കരുത് സർ. ഞങ്ങൾ 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടാണ് കേവല ഭൂരിപക്ഷത്തിനടുത്ത് എത്തി നിൽക്കുന്നത്. ഞങ്ങൾ ഒലിച്ചു പോയില്ല. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകും. 5 വർഷവും ഞങ്ങൾ ഭരിക്കും. 2026-ൽ അല്ലെ 24, 29-ലും ഒരു പ്രതീക്ഷയും വേണ്ട. അവിടെയും ഞങ്ങൾ ജയിച്ചിരിക്കും. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.